മോശം സമയത്തെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ആരെയാണ് നമ്മൾ സ്വന്തമെന്ന് വിളിക്കേണ്ടത് എന്ന്. ഉപകാരങ്ങൾക്ക് എന്നും ഓർമ്മശക്തി കുറവാണ്. ചെയ്തതൊക്കെ അധികം പേരും അങ്ങ് മറന്നുപോകും. ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ ഉത്തരം ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല. പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വയ്ക്കേണ്ടത് നല്ലതാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും. ശരിയായ സമയം ഒത്തുവരും എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും തുടങ്ങുക. ആ യാത്രയിൽ നമുക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം താനെ വന്നു ചേർന്നു കൊള്ളും. നാം ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. സ്ഥാനമില്ലെന്നറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. നമുക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മെ വിശ്വസിച്ച് ആരൊക്കെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ജീവിതം അർത്ഥമുള്ളതാകും. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചു എന്ന് വരില്ല. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ആരോടൊപ്പമാണ് ചിരിച്ചത് എന്ന് നിങ്ങൾ മറന്നേക്കാം. പക്ഷേ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റ് കൂടുന്നത്. നിങ്ങൾക്ക് സ്നേഹം ലഭിക്കണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ജീവിതം ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാകുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവർ ആക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. വീഴ്ചകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയമുണ്ടാകൂ.
നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം ലഭിച്ചു എന്ന് വരില്ല. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക. തന്നിൽ വിശ്വസിക്കുക. തന്നെ സ്നേഹിക്കുക. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും.